ക്ലാസ് തുടങ്ങിയില്ല. തുടങ്ങിയിട്ടില്ല, മിസ് വന്നിട്ടില്ല. Jensina back camera on. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Ma'am. Good afternoon. Good afternoon, ma'am. 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 Okay, so we can start. Who is going to do prayer? Yes, ma'am. I'm ready. Okay. There shall be showers of blessing. This is the promise of love. There shall be season refreshing sent from the Savior above. Showers of blessing we need. Mercy to ground us are falling, but for the shower we plead. Mercy to ground us are falling, but for the shower we plead. Thank you, ma'am. Sign in started, ma'am. Yes, please. Good afternoon, everyone. My name is Sajana Endo, and a warm welcome to our live class today. It's wonderful to see you all joining in, ready to learn and engage with this session. I'm excited to dive into today's topic, health education, and explore it together. Please feel free to ask questions throughout the class. Active participation is key to a productive learning experience. Let's make the most of this time and let's get started. And I am welcome to Saumya Radish to say thought. This is my Soumya. Education is the most powerful weapon which you can use to change the world. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ഡോക്ടർ APJ അബ്ദുൽ കലാം. Thank you, Saumya. And I am welcome to Action Song Anju Mol. Good afternoon, ma'am. Sing with Anju the action song. La 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 la, I'm so happy, oh so happy. Sing with me, sing with me. La 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 la, I'm so happy, oh so happy. Sing with me, sing with me. Clap, clap, clap your hands, clap, clap. Clap your hands, stamp, stamp, stamp your feet, stamp, stamp, stamp your feet.
swing, swing, swing your arms, swing, swing, swing your arms. Dance everybody and sing with me. Dance everybody and sing with me. La, 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 la. I'm so happy. Oh, so happy. Sing with me. Sing with me. La, 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 la. I'm so happy. Oh, so happy. Sing with me. Jump, jump, jump around. Jump, jump, jump around. Touch the sky and touch the ground. Touch the sky and touch the ground. Shake, shake, shake your feet. Shake, shake, shake your hips. La, 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 la. I'm so happy. I'm so happy. Thank you, Miss. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, അഞ്ച് സ്റ്റാർട്ട് ചെയ്തത് പോലെയല്ലായിരുന്നു എൻഡ് ചെയ്തത്. എൻഡ് ചെയ്തപ്പോ അഞ്ച് ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഇൻവോൾവ് ആയി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു സ്വയം, അല്ലെ? താങ്ക് യു മിസ്. അതെ, ഞാനിവിടെ ഒരു പുറത്തൊരിതിലാണ്, എല്ലാവരും നോക്കുന്നുണ്ട്, അതുകൊണ്ടൊരു പക്ഷെ എന്നിട്ട് അതൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴും ഞാൻ എന്തൊക്കെയായാലും ഞാനിത് ചെയ്യും, ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യുമായിരുന്നു. വെരി ഗുഡ്, അങ്ങനെയാണ് വേണ്ടത്. നോ ഷൈനസ്, ഒരു നാണക്കേടും വിചാരിക്കണ്ട, നോ ഇൻഹിബിഷൻസ്. ഓക്കെ, കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫെമിലറൈസ് ആയിട്ടുള്ള കുറെ ആക്ഷൻ സോങ്സ് നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ടു പ്രാക്ടീസ്, അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് വെച്ചു. കാരണം നമ്മൾ ഒരു 6 months ഒക്കെ കഴിയുമ്പോഴേക്കും ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കും. കുറെ വളരെ നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ഷൻ സോങ്സ് ഒക്കെ ഉണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെയാന്നുള്ളത് നിങ്ങളും കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, സോ ലൈക്ക് എവിടെയായിരുന്നു? Importance of health education. Yes. Spiritual health. Aspects of health. ഷെയർ ചെയ്യട്ടെ കേട്ടോ. സോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. 1 week എന്തായിരുന്നു ഒരു ഫീഡ്ബാക്ക്? സുഖം മിസ്സേ. മാം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആണോ? നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ്സ് ഒന്ന് പറയാമോ, ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മറ്റേ ഫ്രേസസ്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രേസസ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്തി പീപ്പിൾ ആൻഡ് അൺഹെൽത്തി പീപ്പിൾ. പിന്നെ തേർഡ് വൺ വന്നിട്ട് നമ്മളൊരു 10 പേരെ മീറ്റ് ചെയ്തിട്ട് അവരോട് വാട്ട് ഈസ് ഹെൽത്ത്, അവരെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ഹെൽത്ത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡെഫിനേഷൻ ഹെൽത്തിന്. പിന്നെ ഫോർത്ത് വൺ ഇതുപോലെ 10 പേരെ മീറ്റ് ചെയ്തിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീ പോയിന്റ്സ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ അസൈൻമെന്റിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണമല്ലോ റെക്കോർഡ് ബുക്കിൽ എഴുതുമ്പോഴേ, അത് കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ലായിരുന്നു അന്ന് ഓഡിയോ. തേർഡ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? Collected answers of 10 individual and based on the definition of for health എന്നാണോ ക്വസ്റ്റ്യൻ ശരിക്കും? 1 second. ഓക്കെ, 3ാമത്തെയും 4ാമത്തെയും കൂടെ വേണേ. മാം ആക്ച്വലി ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് മാം. അപ്പൊ ആക്ച്വലി നിങ്ങൾ MT10 അല്ലേ? 10 അല്ലേ നിങ്ങൾക്ക്? ക്ലാസ്സിൽ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ആ അസൈൻമെന്റ് വാല്യൂ ചെയ്യുന്ന മീൻസ് അതിന്റെ നോക്കുന്ന നമുക്കൊരു ടീം ഉണ്ട്, കുറെ മെമ്പേഴ്സ് ഉള്ളത്. അവർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വരാത്തത്. സോ ഐ വിൽ ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഇതിന്റെ ക്ലാരിഫിക്കേഷൻ: കളക്ട് ഡേറ്റ ഫ്രം 10 individuals about health and prepare a definition for health
as per the collected data. Clear ആയോ? Collect data from 10 individuals about health and prepare a definition for health as per the collected data. നിങ്ങൾ 10 ഇൻഡിവിജ്വൽസിനെ കാണുന്നു, അവരോട് വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത് എന്ന് ചോദിക്കുന്നു, അവർ പറയുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, ആ കളക്റ്റഡ് ഡേറ്റയ്ക്ക് അനുസരിച്ച് ഒരു ഡെഫിനേഷൻ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. മാം റെക്കോർഡിൽ ജസ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എഴുതിയിട്ടുണ്ട്, പ്രശ്നമില്ലല്ലോ മാം? You can write it like, you can write any definition, but it should be just connected with the data you collected with the 10 individuals. Yes ma'am. Okay. So just ഞമ്മ മെൻഷൻ ചെയ്തിട്ടില്ല, കുറെ നമ്മ ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഡെഫിനേഷൻ. കാരണം ഇതൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് അസൈൻമെന്റ് ആണ്. ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത കാര്യം അത് മെൻഷൻ ചെയ്യണ്ട. ബട്ട് അസൈൻമെന്റ് എന്താ? പ്രിപ്പയർ എ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്, ബട്ട് ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദാറ്റ് കളക്റ്റഡ് ഡേറ്റ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇൻഡിവിജ്വലിനെ കണ്ടു, ആരെയൊക്കെ കണ്ടു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇതിലില്ല. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ആക്ടിവിറ്റി യു ഹാഡ് ഡൺ. എങ്ങനെ പോയി കണ്ടു, ഫോണിലാണോ നേരിട്ടാണോ, അതൊന്നും ആരും ചോദിക്കില്ല. ബട്ട് യു ഷുഡ് പ്രിപ്പയർ എ ഡെഫിനിഷൻ ഫോർ ഹെൽത്ത് റിലേറ്റിംഗ് വിത്ത് ദാറ്റ്. ആക്ടിവിറ്റി നല്ലുണ്ട്. പത്താളി പോയിട്ട് ചോദിക്കുന്നത് അവര് ഈ യോഗ ചെയ്യുന്നവരോട് തന്നെ പോയിട്ട് ചോദിച്ചു. അപ്പൊ എല്ലാവരുടെ ആൻസർ സെയിം തന്നെ ഉണ്ടാവും, ജസ്റ്റ് കുറച്ച് അങ്ങോട്ടും ഉണ്ടാവും, അത്ര തന്നെ. Maybe vegetarians, non-vegetarians. Yes, Ajita, please. നാലാമത്തെ അങ്ങനെ പറഞ്ഞപ്പോ ഞാന് what to do we maintain health, try to step out about it എന്നാണ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മതിയോ? I didn't get you. എനിക്ക് മനസ്സിലായില്ല, കാരണം തുടങ്ങിയപ്പോ എന്തോ ഡിസ്റ്റർബൻസ്. അജിത ഒന്നോട് പറഞ്ഞേ. What to do we maintain health and try to step out about it. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. എനിക്ക് അന്ന് എന്നോട് പറഞ്ഞത് ഹെൽത്തിനെ കുറിച്ച് എന്തെല്ലാം അതിനെ സ്റ്റെപ്പായി എഴുതുവാന്നാണ് മിസ് അന്ന് പറഞ്ഞത്. Okay, next question is like that. Collect data from 10 individuals about steps for healthy habits and prepare as per the collected data. ഞാൻ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെയാണ് എഴുതിയത്, അത് പ്രശ്നമുണ്ടോ? ഇതെന്താന്ന് വെച്ചാലേ, നമ്മളിപ്പോ ഈ അസൈൻമെന്റ് ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 സെക്കൻഡ് 1, അടുത്ത അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 3, അങ്ങനെ നിങ്ങളത് 3 ആയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഞാൻ കൊടുക്കുന്നത് 1, 2, 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്. അല്ല മിസ്, ഞാൻ 4th one ആണ് പറഞ്ഞത്, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. മിസ് പറഞ്ഞത് കളക്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് ഏതാന്ന് ചോദിച്ചിട്ട് അത് കളക്ട് ചെയ്ത് സ്റ്റെപ്പ് വൈസ് എഴുതുവാണ്. അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ അങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 1 എഴുതിയില്ലേ, ഹെൽത്ത്, അത് എഴുതിയില്ല? അതെല്ലാം അത് കഴിഞ്ഞു. ഇത് 4th അതാണ് ചോദിച്ചത്. 4th ക്വസ്റ്റ്യൻ ഹെൽത്തി ഹാബിറ്റ്സ്, ഹൗ ടു മെയിൻ്റെ സ്റ്റെപ്പ് എഴുതാനാ മിസ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെയാണ് അസൈൻമെന്റ് ബുക്സിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അഞ്ജു എന്തോ ചോദിക്കണ്ടായിരുന്നു. അജിത, അഞ്ജു ഈ അസൈൻമെന്റിൽ പിക്ചർ ഒട്ടിക്കണം എന്നുണ്ടോ? ഹെൽത്തി ആണ്, ഹെൽത്തി എന്നൊക്കെ ഉള്ളതില് പിക്ചർ ഒട്ടിക്കണം എന്നില്ല, കമ്പാരിസൺ അല്ലേ, ഹെൽത്തി ആൻഡ് ഹെൽത്തി പീപ്പിൾ. പിക്ചർ ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പിക്ചർ ഒട്ടിക്കാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. 3rd അസൈൻമെന്റില് 2 സബ്ജക്റ്റ് ഇല്ലേ, വാട്ട് ഈസ് ഹെൽത്തും വാട്ട് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ 2 ടോപ്പിക് ഇല്ലേ? 3rd ഉം 4th ആയിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം, അതായിരിക്കും വാല്യൂ ചെയ്യുന്നവർക്ക് എളുപ്പം. അത് എഴുതിയ കുഴപ്പമുണ്ടോ, ഒരുമിച്ച് എഴുതിയ കുഴപ്പമുണ്ടോ? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് വാല്യൂ ചെയ്യുവാണെങ്കിൽ ഐ നോ ദാറ്റ് യു ഹാവ് ഡൺ ബോത്ത് അല്ലേ. അല്ല, നമ്പർ ഇട്ട കുഴപ്പമുണ്ടോ? 1, 2 നമ്പർ ഇട്ട കുഴപ്പമില്ലല്ലോ. നമ്പർ ഇട്ട ഞാൻ തരുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യന്റെ നമ്പർ ഇടുവാണെങ്കിൽ അവർക്ക് എളുപ്പമുണ്ട് വാല്യൂ ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതണോ, പാരഗ്രാഫ് എഴുതിയ കുഴപ്പമുണ്ടോ? സെക്കൻഡ് കമ്പാരിസൺ ആണോ?
സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഇല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് സ്റ്റെപ്സ് ഷുഡ് ഡു ടേക്ക് ഫോർ ഇഷ്ടമുള്ള രീതിയിൽ കമ്പയർ ചെയ്ത് എഴുതണോ എഴുതാം, പോയിന്റ്സ് ആയിട്ട് എഴുതണോ എഴുതാം, ഒറ്റ പാരഗ്രാഫ് ആയിട്ട് എഴുതണോ എഴുതാം, എസ് ആയിട്ട് എഴുതണോ എഴുതാം. ഓക്കെ, താങ്ക് യു. ഇതെന്തായാലും പോസ്റ്റ് ചെയ്യുമല്ലോ അല്ലെ ക്ലാസ് റൂമിൽ? താങ്ക് യു. Okay, so like importance of health education. So health എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ എല്ലാം അറിയുക എന്ന് മാത്രമാണോ? എനിക്കറിയാം ഹെൽത്തി ആയിരിക്കാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എത്ര നേരം ഉറങ്ങണം, ഹൈജീൻ എങ്ങനെയൊക്കെ ചെയ്യണം, എല്ലാം എനിക്കറിയാം. ബട്ട് ഇഫ് ഐ ആം നോട്ട് ഫോളോയിങ്, ഞാൻ ക്ലിയർ ആവുന്നില്ല. ഇംഗ്ലീഷിലായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. നെറ്റ്വർക്ക് എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ട് മിസ്. ബെൻസീറ, could you please adjust? ഇരിക്കുന്ന സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? നമ്മളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. ശരിക്കും നമ്മളുടെ വീടിന്റെ വാൾസ് എല്ലാം നമ്മളുടെ നെറ്റ്വർക്കിനെ തടസ്സപ്പെടുത്തും. അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി ഓപ്പൺ സ്പേസിലൊക്കെ വന്നിരിക്കുവാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വീട്ടിലോ ഓഫീസിലോ എവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണോ നെറ്റ്വർക്ക് ഉള്ളതെന്നുള്ളത് നമുക്ക് പിടികിട്ടും. തുടക്കത്തിലുണ്ടാവും. ഓക്കെ ബെൻസിറ പോയോ? ഞാൻ ഇംഗ്ലീഷിൽ ഇടയ്ക്കിടയ്ക്ക് മിക്സഡ് ലാംഗ്വേജിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നില്ല. ഞാൻ മിക്സഡ് ലാംഗ്വേജിൽ പറയുന്നത് വെച്ചാൽ എന്താ പറയാ, നമുക്ക് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മിക്സഡ് ലാംഗ്വേജ്. അതങ്ങനെ പറഞ്ഞ് നമ്മൾ ഫുള്ളി ഇംഗ്ലീഷിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ഗ്രോയിങ് പ്രോസസ് ആണത്. അതുകൊണ്ടാണ് കേട്ടോ. യെസ് മാം, പോയിന്റ് എഴുതിയിട്ട് വെക്കാനും ഹെൽപ്ഫുൾ ആണ് മാം. മലയാളം നമുക്ക് പോയിന്റ് എഴുതിയിട്ട് വെക്കാനും പറ്റുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പൊ. എനിക്ക് അങ്കിതയല്ലേ അങ്കിത വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് മലയാളം പറയണ പോലെ തോന്നിട്ട് ഒരു നോട്ടും ഞാൻ ഭയങ്കര സ്ട്രഗിൾ എടുത്തിട്ട് നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല. ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു മാം, പറഞ്ഞ മാം കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷിൽ എടുക്കാന്. അപ്പൊ മാം പറഞ്ഞു എല്ലാരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, അങ്ങനെയല്ല 10th എല്ലാം കഴിഞ്ഞിട്ട് വന്നവരുണ്ട്, അവർക്ക് സ്ട്രഗിൾ ആവും. അപ്പൊക്ക് പിന്നെ ഓക്കേന്ന് അതിന് അശ്വതി മാമിനെല്ലാം പറഞ്ഞ അശ്വതി മാം ഓക്കെ ലാസ്റ്റ് ഒരു സെക്ഷൻ നിനക്ക് വേണമായിട്ട് കുറച്ച് ഇംഗ്ലീഷിൽ ഇതാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിമ പ്രോബ്ലം ഇല്ല, ഓൾറെഡി നിമ ഇംഗ്ലീഷും മലയാളം ഉണ്ട്, അതായതുകൊണ്ട് എനിക്ക് അത്ര ഒന്നും പ്രശ്നമായിട്ട് ഇത് വേണം പോയിന്റ് എടുക്കാൻ പറ്റുന്നു. ആക്ച്വലി നമ്മൾ ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലാണ്. ബട്ട് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ നമ്മളൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം ലൈക്ക് ഗ്രൗണ്ട് ലെവലിലാണ് നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി 1 വീക്കിന് ശേഷം ഞാൻ ഫുള്ളി നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ചെയ്തേനെ. നമുക്കപ്പോ കുറച്ചുകൂടെ നമുക്ക് അതിലേക്ക് മേർജ് ആവാൻ പറ്റും. ഇതിപ്പോ കാണുന്നില്ല, കേൾക്കുന്ന മാത്രമേ ഉള്ളൂ, നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്തോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. രമ്യക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് അങ്ങ് ശരിയാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒക്കെ ഒന്ന് സെറ്റ് ആയി എവിടെയാണോ നെറ്റ്വർക്ക്, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വെയർ ദ സ്ട്രോങ് നെറ്റ്വർക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. എനിക്കൊന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് കിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്സഡ് ലാംഗ്വേജിൽ പറയുന്നത് കേട്ടോ. ഇനി ചിലപ്പോ എന്നെ നമ്മളല്ല പുറത്തുനിന്ന് തന്നെ ഓവർ ഹിയർ ചെയ്യുന്ന ഭയങ്കര ജാടയാന്ന് വിചാരിച്ചോട്ടെ. ഐ ഡോണ്ട് മൈൻഡ്, ഐ നെവർ മൈൻഡ് അബൌട്ട് ദാറ്റ്. നമ്മളും അങ്ങനെ സംസാരിക്കണം. നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം. ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ ഇംഗ്ലീഷ് പഠിക്കാൻ? നമ്മുടെ വീട്ടിലൊരു 10 വയസ്സിൽ താഴെ, 4 വയസ്സ് തുടങ്ങി 10 വയസ്സിൽ താഴെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, ആ കുട്ടികളോട് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അവര് വളരെ സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് മാത്രല്ല അവര് നമ്മളെ കളിയാക്കേയില്ല. ഇറ്റ്സ് വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. നമുക്ക് കുറെ പഠിക്കാൻ പറ്റും അവരിൽ നിന്ന്. അവർ നമ്മളെ കളിയാക്കേയില്ല, ഒരു ഷൈനസും ഫീലില്ല. ശരിയാ മാം, ഞാൻ എന്റെ കുട്ടികളോട് ഇടയ്ക്കെങ്കിലും പറയും എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവരും എന്നോട് തിരിച്ചു. അപ്പൊ അതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ നോക്കാറേ ഇല്ല.
അവിടെ നമ്മൾ ഹൃദയം കൊണ്ടല്ലേ സംസാരിക്കുന്നത്, ഗ്രാമർ കൊണ്ടല്ലല്ലോ. അതന്നെ അതന്നെ. അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്യൂ, ഒന്നും വിചാരിക്കണ്ട. ഞാനിങ്ങനെ മോണ്ടിസോറി പഠിക്കുമ്പോൾ മോൾ അന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് എന്തോ ആയിരുന്നു കേട്ടോ. ഞാൻ അവളുമായിട്ട് സംസാരിക്കും, ഹസ്ബൻഡ് കളിയാക്കും, ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്യില്ലേ. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ അത് സഹായിച്ചു. ആ ഒരു മോണ്ടിസോറി 1 year പഠിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിലെ ബ്ലോക്കിംഗ് എല്ലാം പോയി. കാര്യം എനിക്കറിയാം, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകും. ബട്ട് ഐ ഹാവ് സം ബ്ലോക്കിംഗ് ഇൻസൈഡ് കമ്മ്യൂണിക്കേഷൻ. എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഇങ്ങനെ വരും ബട്ട് ഇറ്റ് വോണ്ട്, അതിങ്ങനെ സ്പിറ്റ് ഔട്ട്, അത് പുറത്തേക്ക് തെറിച്ച് വീഴില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അത് പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതോടുകൂടി കഴിഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഞാൻ റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നില്ല, ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. ഹോളിഡേ ബാച്ച് ഇൻ ദ സെൻസ് സൺഡേസ് ആൻഡ് ഹോളിഡേസ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിൽ പോകുന്നത്, ബാക്കി 6 ദിവസവും ഞാൻ വീട്ടിലിരിക്കുക. റെഗുലർ ആയിട്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷെ എനിക്ക് ഫാമിലി അത് വെച്ചിട്ട് എനിക്ക് കുഡ് യു പ്ലീസ് ഗീവ് മീ സം ടൈം, എനിക്കൊരു കൊറിയർ വരുന്നു, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അത് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മളുടെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഭയങ്കര വിഷമിച്ച് ഇത് പറയാൻ വിഷമിച്ചിട്ടുള്ള കുട്ടികൾ. ബട്ട് കുറെ മേ ബി അവർ ടൈം എടുത്താണ്. കമ്മി ഒന്നും മ്യൂട്ട് ചെയ്യുന്നു. അവർക്കും ക്ഷമയൊന്നും മ്യൂട്ട് ചെയ്തു. എനിക്ക് താങ്ക് യു. അവർക്കും ശരിക്കും ആ ഒരു ബ്ലോക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ബ്ലോക്കിംഗ് ചിലപ്പം 2 weeks കൊണ്ടൊക്കെ മാറി, ധൈര്യമായി സംസാരിക്കാൻ. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ ആ ഒരു പേസ്, അവരുടെ ആ ടൈം ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കും. ചിലർക്ക് പെട്ടെന്ന് മാറും, ചിലര് കുറച്ച് സമയം എടുക്കുമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ബി, നമ്മളൊരു റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് ഇവിടെ വേണം. ലൈക്ക് മറ്റേയാളെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ 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 ആവുമ്പോഴേക്കും അത് ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അങ്കിത വളരെ സ്ട്രഗിൾ ചെയ്ത് മലയാളം പറയുന്നു അല്ലെ. വി ഓൾ ഫീൽ പവർ ഫോർ ഹെർ. അപ്പൊ നമുക്ക് അങ്കിതയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷ് മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. മലയാളം പഠിപ്പിക്കാൻ കുറെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഇപ്പൊ. അതാണ് നമ്മള് മലയാളികളുടെ ഒരു ഗുണം. നമ്മള് മലയാളം അങ്ങ് പഠിപ്പിക്കും. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിപ്പിക്കാൻ വരുമ്പോഴേക്കും നമ്മള് മലയാളം, അവർ പിന്നെ മലയാളം പറയും. ഇവിടെ വന്ന ഭായിമാരൊക്കെ ഇപ്പൊ മലയാളം പറയും. നമ്മള് മര്യാദയ്ക്ക് ഹിന്ദി പറഞ്ഞു. അത് ഉറപ്പന്നെ മാം. മലയാളി വേറെ ലെവലല്ലേ. ഓക്കെ, സോ പിന്നെ ലൈക്ക് ഇപ്പൊ ഇംഗ്ലീഷ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആട്ടോ ഇംഗ്ലീഷ്. മലയാളമൊക്കെ ശരിക്കും ടഫാണ് ശരിക്കും പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മാഡം പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇംഗ്ലീഷ് കേട്ടാലും മനസ്സിലാവും, പിന്നെ വായിക്കാനും എല്ലാം അറിയാം. പക്ഷെ പറയാനൊരു ബുദ്ധിമുട്ട് തന്നെ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പറയാൻ ഭയങ്കര മടിയാണ്. തെറ്റിപ്പോവോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഭയങ്കര കട്ടി വാക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് സംസാരിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന വാക്കുകൾ ഉപയോഗിക്കാം. പിന്നെ ഈ വേറൊരു ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൺസ് അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ തെരഞ്ഞു പിടിക്കും. കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. ഈവൻ ഒരാളെ വിഷ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ നോക്കും. എല്ലാരും ചെയ്യുന്ന പോലെ ഒരേ വിഷ് വേണ്ട, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അതിൽ വേണമെന്നും പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ വേർഡ് അതിന് പകരം കണ്ടുപിടിക്കാൻ നോക്കും. അത് ഇത് യൂസ് ചെയ്യാൻ, ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളുടെ വൊക്കാബുലറി തന്നെ ഇമ്പ്രൂവ് ആവുന്നതിന് ഒരു എക്സാമ്പിൾ ആണിത്. നമ്മളുടെ ഒരു ബിലൗഡ് വൺസ് ബർത്ത്ഡേ അല്ലെങ്കിൽ മാരേജ് നമുക്കൊന്ന് വിഷ് ചെയ്യണം. സോ എല്ലാരും പറയുന്ന പോലെ പറഞ്ഞിട്ട് എന്താ, അതിനെന്താ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു യുണീക്നെസ് വേണം. നമ്മളെല്ലാരും യുണീക്കാണ്. നമുക്ക് എല്ലാവർക്കും പല ക്വാളിറ്റീസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. സോ ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറയുവാണ്. സംടൈംസ് നിങ്ങളോട് ഓരോ വർക്ക് ചെയ്യും. വർക്ക് ഇപ്പൊ ഞാൻ അസൈൻമെന്റ് തരുന്നു അല്ലെ, അസൈൻമെന്റ് ഒക്കെ തരുമ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെത്താനെ കണ്ടുപിടിച്ച് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ചെറിയ ഗൈഡൻസ് ഒക്കെ തരുള്ളൂ. സോ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് മീ
വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കറക്റ്റ് മസാലയൊക്കെ ആക്കി സ്പൂണിൽ തന്നു കഴിഞ്ഞാൽ യു വോണ്ട് ഡു എനിത്തിങ്. നിങ്ങൾ അത് തന്നെ എടുത്ത് വിഴുങ്ങും. സോ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതിയത് അങ്ങനെ മിസ്, ഞാൻ എന്റെ ഭാഷയിൽ മലയാളത്തിൽ എഴുതിയിട്ട് പിന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് വെച്ചാൽ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് 3 to 6 years, അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരിക. അവരുടെ എബിലിറ്റി അതൊക്കെ ഉള്ളിൽ കിടക്കുക, അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? അതേ നമ്മളാവണം അല്ലെ, നമ്മൾ നമ്മളുടെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിക്കണം, പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം. അത് നമ്മൾ ഉപയോഗിക്കും. കാരണം ഇത് തുടങ്ങുമ്പോഴായിരിക്കും ചിലര് മനസ്സിലാക്കണം, എനിക്ക് ഇത് എഴുതാൻ അറിയാം, എനിക്ക് വരയ്ക്കാൻ അറിയാം, എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും. സോ നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ലെസ് സപ്പോർട്ടായിരിക്കും എന്റെ ഭാഗത്തുനിന്ന് സംടൈംസ് കേട്ടോ. ചില കാര്യങ്ങളിൽ ഞാൻ അത് ഏത് ലെവലിൽ വേണം എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യും. സംടൈംസ് ചിലപ്പോൾ ചിലർ പറയും എനിക്കത് അത്രയും പറ്റുന്നില്ല വെച്ചാൽ അവിടെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കും. ബട്ട് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സോ ഐ വോണ്ട് പ്രൊമോട്ട് സ്പൂൺ ഫീഡിങ് ആൻഡ് കോപ്പി ക്യാറ്റ് ഓൾസോ. എല്ലാവരുടെയും അസൈൻമെന്റ് വെറൈറ്റി ആയിരിക്കണം. എല്ലാവരും ചെയ്യുന്ന പ്രോജക്റ്റുകൾ, എല്ലാവരും ചെയ്യുന്ന റെക്കോർഡ് വർക്കുകൾ എല്ലാം വ്യത്യാസമായിരിക്കണം. ഓക്കെ, അന്ന് നമുക്ക് തന്നെ വരും. ലൈക്ക് മിക്ക ബാച്ചുകളും ഇപ്പൊ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് മനസ്സിലാകാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. ബട്ട് ഡോണ്ട് ഷെയർ എനിത്തിങ് ഫ്രം ദെയർ. നമ്മൾ ചെയ്തു വെച്ചത് ഷെയർ ചെയ്യില്ല. ബട്ട് ക്ലാസ് നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ യു ക്യാൻ ഷെയർ. കാരണം വെച്ചാൽ ചിലർക്ക് സമയമില്ല, കുഞ്ഞു കുട്ടികൾ ഉണ്ടാകും, ജോബിന് പോകുന്നവരുണ്ടാകും, അവിടെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, ക്ലാസ് നോട്ട്സ് ഒക്കെ കൊടുക്കുക. പക്ഷെ വൺസ് ഒരു അസൈൻമെന്റ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും തന്നെ ചെയ്യാം. കാരണം വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ളത് നമ്മൾക്കേ അറിയുള്ളൂ. നമ്മള് ആ ബ്ലോക്ക് എല്ലാം മാറ്റി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനീഷ്യലി തന്നെ ഫുള്ളി അങ്ങ് ഇംഗ്ലീഷിൽ പറയുമ്പോഴേക്കും ആരെങ്കിലൊക്കെ ഇനി കോഴ്സ് വേണ്ടാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മള് ടീച്ചർമാരെല്ലാരും തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത്. ബട്ട് ഇറ്റ്സ് യുവർ ടേൺ ടു യൂസ് ഇറ്റ്. നിങ്ങളുടെ ഇതാണ്. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നതാ. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്. എപ്പോഴും കിട്ടും ആലിപ്പഴം? ഞാൻ കണ്ടിട്ടും കൂടിയില്ല. സോ യൂസ് ഇറ്റ്. കിട്ടുമ്പോ അത് ഉപയോഗിക്കും. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന എന്തായിരുന്നു, ഹെൽത്തിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. അതായത് എനിക്കറിയാം, ഐ നോ ദാറ്റ് എന്ത് ടൈപ്പ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, എന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ഫുഡ് എന്തായിരിക്കണം, പിന്നെ എനിക്ക് അലർജിക് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കണം, കറക്റ്റ് ടൈമില് ഉറക്കം, പിന്നെ അല്ലാതെയുള്ള റെസ്റ്റ്, എന്റർടൈൻമെന്റ്, അതും എനിക്കറിയാം. എല്ലാത്തിന്റെയും ലെവൽ, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ എന്റെ ഏജും ഹെൽത്തും അനുസരിച്ച് ഞാൻ എന്തെല്ലാം ചെയ്താൽ എന്തൊക്കെ എക്സസൈസസ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ എന്റെ മെന്റൽ തോട്ട്സിനെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതെല്ലാമാണ് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ബട്ട് ഐ നോ ദാറ്റ് ഹൗ ടു ഡു ഓൾ ദീസ് തിങ്സ്. ഭക്ഷണം എപ്പോൾ കഴിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും എന്ത് അളവിൽ കഴിക്കണമെന്നും എപ്പോൾ ഉറങ്ങണമെന്നും എത്ര സമയത്ത് ഉറങ്ങണമെന്നും എന്റെ പേഴ്സണൽ ഹൈജീൻ, എന്റെ വീട്ടിലെ ഹൈജീൻ, എന്റെ സറൗണ്ടിങ്സിലെ ഹൈജീൻ, എല്ലാ കാര്യങ്ങളും അറിയാം. അസുഖം വരാതിരിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തു. പക്ഷെ ഐ ആം നോട്ട് ഫോളോയിങ് എനിത്തിങ്. ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. സോ ഞാൻ ഹെൽത്തി ആയിരിക്കുമോ? സോ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഹി നോസ്. നമ്മൾ അറിയുന്നതല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാട്ട് ഹി ഡസ്. മനസ്സിലായോ? ഹെൽത്തിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആ അറിവ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ആ ഹെൽത്തിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മളുടെ ലൈഫില്, നമ്മളുടെ വീട്ടില്, നമ്മളുടെ സറൗണ്ടിങ്സില്, അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കുറെ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ കേട്ടു, എനിക്കെല്ലാം മനസ്സിലായി. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ ആം ഹെൽത്തി. ഞാൻ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഐ ഹാവ് ടു ഫോളോ ദാറ്റ്, അല്ലെ? ഞാൻ അതെല്ലാം ഫോളോ ചെയ്യണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ ഹൂ ഈസ് റെഡി ടു റീഡ്? നല്ല ഓഡിയോ ക്ലാരിറ്റി, ഡിസ്റ്റർബൻസ് ഇല്ലാതെ വായിക്കാൻ ആരെങ്കിലും റെഡിയാണോ? യെസ് പ്ലീസ്. ആരോ പറഞ്ഞല്ലോ.
യെസ് പ്ലീസ്. എവിടെ വരെ വായിക്കണം എന്നും കൂടെ ഞാനൊന്ന് പറയാട്ടോ. ഞാൻ നോക്കട്ടെ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു 4 aspects of health. പിന്നെ what are the factors influencing our health, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. ഇത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണോ തുടങ്ങണ്ടേ? അതെ അതെ. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ 2 പാരഗ്രാഫ്സ് ഇല്ലേ, സൗണ്ട് അതുവരെ വായിക്കും. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing and applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the avoidance of sound. So it's importance of health education. നമുക്ക് മനസ്സിലായി വാട്ട് വി നോസ് അല്ല, അതറിഞ്ഞിട്ട് വാട്ട് വി ഡു, അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്തിനെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല, അത് നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതാണ് ശരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു അങ്ങനെ പറഞ്ഞു പോയി, ബട്ട് പോകുന്ന വഴി ഞാൻ ചിന്തിക്കണം അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്ര കിട്ടി. ഇനി അതാണ് എല്ലാവരും ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. പലപ്പോഴും പല ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഫാമിലി കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് നടത്തുന്നു. എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അപ്പൊ അവരെന്നെ അവരുടെ ആ ഒരു കുടുംബ യൂണിറ്റിന്റെ പ്രോഗ്രാമിലേക്ക് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. എല്ലാവർക്കും സമയമില്ലല്ലോ, പക്ഷെ അവരുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് അവിടെ ആരെങ്കിലും അവതരിപ്പിക്കണം. അതിനുവേണ്ടി എന്നെ പരിചയമുള്ളതുകൊണ്ട് അവർ വിളിച്ചത്. ഞാൻ വിചാരിച്ചു ഓക്കെ, ലേഡീസ് ആണ് കേട്ടോ. ലേഡീസും കുറച്ച് പ്രായമായ ജെൻസും ഒക്കെ ഉണ്ട്. കുട്ടികള് ഒരു അഡൾട്ട് ആ ഒരു ഏജിലെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ ആ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എവിടെ ക്ലാസ് എടുത്താലും എന്റെ മെയിൻ ഫോക്കസ് മെന്റൽ ഹെൽത്താണ്. അപ്പൊ അങ്ങനെ പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞു 1/2 മണിക്കൂർ ഉള്ളൂ കേട്ടോ. സോ ഐ തോട്ട് ലൈക്ക് ഈ 1/2 മണിക്കൂർ കണ്ട് ഞാൻ എന്ത് പറയും. ഓക്കെ, പാരന്റ്സ് ഉണ്ട്, ചെറിയ കുട്ടികളുടെ അച്ഛനും അമ്മയും ഉണ്ട്, വലിയ കുട്ടികളുടെ അച്ഛനും അമ്മയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പിള്ളേരുണ്ട്. ഈ അഡൾട്ടിന്റെ ഉണ്ട്, യൂത്തിന്റെ ഒക്കെ ഉണ്ട്, പാരന്റ്സും യൂത്തും ഒക്കെ ഇരിക്കുന്നത്. ക്ലാസ് എടുത്തത് മെയിൻലി ഞാൻ ക്ലാസ് എടുത്തത് കുട്ടികളുടെ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ആ ഒരു ടോപ്പിക് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തത്. ആ കുട്ടികള് എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് പോയി കൈമുറിക്കുന്നു, അങ്ങനത്തെ ഒക്കെ പരിപാടികളാണല്ലോ ഇപ്പൊ. അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ അതിന്റെ ആ ഒരു ടോപ്പിക് വെച്ച് ചില ഇൻസിഡൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് അങ്ങനെ റിയൽ ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു 50 പേര് അറ്റൻഡ് ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ സ്ഥിരം ഓട്ടോ വിളിക്കുന്ന ഒരു പയ്യൻ, അവരുടെ കുടുംബ ആ യൂണിറ്റ് ആയിരുന്നു. അപ്പം ഈ പയ്യൻ എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മടിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു 49 പേർക്കും ക്ലാസ് ഇഷ്ടമായി, ഒരാൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞേ. ഒരാൾക്ക് മാത്രം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്താ, എനിക്ക് ആ ഇഷ്ടമായവരെയല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇഷ്ടമാകാത്ത ഒരാൾ. അപ്പൊ ഞാൻ എവിടെയോ എന്തോ ഞാൻ ശരിയാവാനുണ്ട്, അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് ഇഷ്ടാവാതിരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ ഒരു കാര്യം ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വി ഷുഡ് നോ ദ ഫീഡ്, നമ്മൾ ആ ഫീഡ്ബാക്ക് അറിയാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് ക്ലാസ്സസ് കിട്ടുമ്പോഴും എന്ത് ക്ലാസ്സസ് കിട്ടുമ്പോഴും നിങ്ങൾ അന്വേഷിക്കുക. ആദ്യം ക്ലാസ് എന്ന് പറയുമ്പോഴേ അന്വേഷിക്കുക അതിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. എന്താണ് ടോപ്പിക്, റിലവന്റ് ടോപ്പിക് ആണ്, നമ്മളുടെ ടൈമാണ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നതില്ലേ. ആ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള റിട്ടേൺസ് കിട്ടണം.
നമ്മൾ ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്. 10 മിനിറ്റ് ആണെങ്കിലും അരമണിക്കൂറാണെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള റിട്ടേൺസ് കിട്ടണം. നിങ്ങൾ എല്ലാവരും ഈ ടൈമിൽ 12 മണി തുടങ്ങി 1 മണി വരെ വന്ന് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. സോ യു ഷുഡ് ഗെറ്റ് ദ റിട്ടേൺസ് അല്ലെ. നിങ്ങൾക്ക് അതിനുള്ള റിട്ടേൺസ് കിട്ടണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. കാരണം ഏറ്റവും വില കൂടിയ സാധനമാണ്, തിരിച്ചു കിട്ടാത്ത സാധനമാണ് ടൈം. കാശ് നമുക്ക് ചെലവായി പോയി, നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ടൈം പോയാൽ അത് പോയത് തന്നെയാണ്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് വൺ മോർ തിങ്, ഇതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്. ഞാനും എന്റെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഐ ഷുഡ് ഓൾസോ ഗെറ്റ് റിട്ടേൺസ് അല്ലെ. സോ നമ്മൾ രണ്ടുപേരും കമ്മിറ്റഡ് ആണ്, മ്യൂച്വലി കമ്മിറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഞാൻ എഫേർട്ട് എടുക്കണം, എനിക്ക് റിട്ടേൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം. റൈറ്റ്? ശരിയല്ലേ? നിങ്ങൾ ടൈം മാത്രമല്ല മണിയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നത്. സോ യു ഷുഡ് ഗെറ്റ് മോർ റിട്ടേൺസ്. Definitely you all will get returns. Okay then. So നമ്മള് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നോ ഹാബിറ്റ്സും ബിഹേവിയറും നമ്മളൊന്ന് കമ്പയർ ചെയ്തിരുന്നു അല്ലെ? പറഞ്ഞിരുന്നു മാഡം. ഓക്കെ. ഈ ബിഹേവിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ മാത്രമല്ല ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, വലിയ ആൾക്കാരിലും ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും. ശരിയല്ലേ? നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഒരേ ബിഹേവിയർ ആണോ നമ്മൾ കാണിക്കുന്നത്? അല്ല. മൂഡ് സ്വിങ്സ് ഉണ്ടാവാറില്ലേ? പീരിയഡ്സ് ആകുമ്പോ തീർന്നു, ഭയങ്കര മൂഡ് സ്വിങ് ആയിരിക്കും. ആ തുടങ്ങണേന് മുമ്പേ തുടങ്ങും അല്ലേ? സോ ലൈക്ക് ബിഹേവിയർ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. ദാറ്റ് വിൽ ചേഞ്ച് അല്ലെ. പീരിയഡ് ടൈമിൽ കൂടുതലായിട്ട് വൈറ്റമിൻ സി കഴിക്കുക, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുക. പീരിയഡ്സ് അങ്ങ് കഴിയണ സമയത്ത് ചോക്ലേറ്റ്സ് കഴിക്കും. അതാണ് അതിന്റെ രീതി. നമ്മുടെ വീട്ടിലെ നമ്മുടെ പെൺകുട്ടികൾ മക്കളുണ്ടെങ്കിൽ, നമുക്കറിയാവുന്ന പെൺമക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക. വൈറ്റമിൻ സി ആണ് ശരിക്കും ഈ പീരിയഡ് ടൈമില് ക്രാംസും വേദനയും മൂഡ് സ്വിങ്ങും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് വൈറ്റമിൻ സി ആണ്. നാരങ്ങ വെള്ളം, ഓറഞ്ച്, സീസണൽ ഫ്രൂട്ട് ആയിട്ട് വൈറ്റമിൻ സി അടങ്ങിയത് കിട്ടുവാണെങ്കിൽ അതൊക്കെ കഴിക്കുക. ഇത് കഴിയുമ്പോ വേണം ചോക്ലേറ്റ്സ് കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എക്സാം ടൈമിൽ നമ്മുടെ മക്കൾക്ക് ചൂടും കൂടിയാണ്, ഇപ്പൊ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ചൂട് സമയത്ത് വൈറ്റമിൻസ് എക്സാം ടൈമിലും വൈറ്റമിൻ സി നല്ലതുപോലെ തന്നെ അവർക്ക് കൊടുക്കുക. കാരണം അവരുടെ ആ ഒരു എനർജി ലെവല് നല്ല രീതിയിലേക്ക് വരും. പിന്നെ അവർക്ക് ഈ പറയുന്ന ക്ഷീണം ഉണ്ടാകില്ല, അവരെ നല്ലതുപോലെ കോൺസെൻട്രേഷൻ കിട്ടും അവർക്ക് പഠിക്കാനായിട്ട്. നാരങ്ങയൊക്കെ വാങ്ങിച്ചു വെക്കുക. ഓറഞ്ചിന്റെ സീസൺ ഒക്കെ ആണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു വെക്കുക. നാരങ്ങ വെള്ളം കൊടുക്കുക. എങ്ങനെയാണോ അവർക്ക് കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച്. നിറയെ വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഉണ്ടാവും. ബട്ട് വീട്ടിലിരിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് ചായ കാപ്പി എന്നുള്ളതിനേക്കാളും ഏറ്റവും നല്ലത് നാരങ്ങ വെള്ളം കൊടുക്കുന്നതാണ്. സോ നമ്മള് ഇതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വരുമായിരുന്നു അല്ലെ. സ്കൂൾ ലെവലിൽ നിന്ന് സ്കൂളില് നമ്മളുടെ കുഞ്ഞു മക്കളുടെ പ്രത്യേകത എന്താ? സ്കൂളിൽ നടക്കുന്ന എന്തും വന്നിട്ട് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും. ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമ്മൾ അതിനു വേണ്ടി ടൈം കണ്ടെത്തണം. അത് നമ്മള് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ആ ടൈം. അവർ പിടിച്ചു വാങ്ങേണ്ടതല്ല നമ്മളുടെ സമയം, നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഹിയർ ദം. അവരെ കേൾക്കുക, അവർ നല്ലപോലെ ശ്രദ്ധിക്കുക, അവരെ കാണുക. ഇതെല്ലാം നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർ ഒത്തിരി വിശേഷങ്ങൾ പറയും, വന്ന ഉടനെ തന്നെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഓടി വരുന്നത്. സോ ദാറ്റ് ടൈം നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുവോ? ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. ആ ഒരു ഇത് കൊടുക്കുക, ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി, അവരെല്ലാം നമ്മളോട് പറയാനായിട്ട് റെഡിയാകും. ഓക്കെ. അപ്പൊ ഇവര് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു അവയർനെസ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ കിട്ടിയെന്ന് വിചാരിക്കാം. ഇവര് വന്ന് വീട്ടിൽ വന്ന് കംപ്ലീറ്റ് പറയും. അവർ ചിലപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും തരുന്നത്. അമ്മ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. അതേ രീതിയിൽ കേട്ടത് അങ്ങനെ വന്ന് പറഞ്ഞു തരും. ഇത് ഒരു വീട്ടിലെ കഥ. അങ്ങനെ ഒരു 10 വീട്ടിൽ നടക്കുമ്പോഴേക്കും ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള 10 ഹൗസസിലേക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് എത്തുക ത്രൂ ദിസ് കിഡ്സ്, ഇവരിലൂടെ. അപ്പൊ സ്കൂളില് ശരിയായ രീതിയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ, അപ്രോപ്രിയേറ്റ് ഏജ് സെക്സ് എഡ്യൂക്കേഷൻ കേട്ടോ. മനസ്സിലാകാത്ത പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്രോപ്രിയേറ്റ് ഏജിൽ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം.
ബട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫ്രം ദ വെരി ബിഗിനിങ്, ചെറുപ്പത്തിൽ തന്നെ ഹൈജീൻ, ഹെൽത്ത്, അതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോഴേക്കും ഇവരിത് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത് മുഴുവൻ ഇവരുടെ ബ്രെയിനിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്നുപോലും വിടാതെ വന്ന് വീട്ടിൽ വന്ന് പറയും. സോ ദാറ്റ് കമ്മ്യൂണിറ്റി വിൽ ചേഞ്ച്. അങ്ങനെ ഹെൽത്ത് നോളജ് ജനറേറ്റ്സ് ത്രൂ സ്കൂൾ ആൻഡ് പാരന്റ്സ് ഓൾസോ ഗെറ്റ് എഡ്യൂക്കേഷൻ. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടുവാണ്. നമുക്കറിയാം ഇപ്പൊ സപ്ലിമെന്റ്സിന്റെ ഒരു കാലമാണല്ലേ. നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയാൻ, നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. അങ്ങനെ ഹെൽത്ത് സപ്ലിമെന്റ്സ്, സംടൈംസ് ഹെൽത്ത് സപ്ലിമെന്റ്സ് ഓക്കെയാണ്, നിങ്ങൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ പഠിക്കുന്നുണ്ടാവും. ലൈക്ക് വൈറ്റമിൻസും മിനറൽസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം പല രീതിയിൽ ഭക്ഷണം ശീലങ്ങളുള്ള ആൾക്കാരുണ്ട്. വെജിറ്റേറിയൻസ് ഉണ്ട്, നോൺ വെജിറ്റേറിയൻസ് ഉണ്ട്, ഫിഷ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഫിഷും വെജിറ്റബിൾസും മാത്രം. എന്നെ ഒരു പേര് പറയുള്ളൂ, എന്തായിരുന്നു അത്? ഫിസ്കറ്റേറിയനോ എന്തോ അങ്ങനെ ഒരു, ഞാൻ ഓർക്കണില്ല. അങ്ങനെ അങ്ങനെ ഓരോരോ കാറ്റഗറി ഉണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ നടിയെ അറിയാമോ? ഓക്കെ, മലയാളി ആക്ട്രസ് ആണ്, അവർ ഹിന്ദിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പാർവതി ഒരു വീഗൻ ആണ്. എന്താണ് വീഗൻ എന്നറിയൂ? വീഗൻ എന്താ? വീഗൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ പ്രോഡക്ട്സ് ഒന്നും അവർ കഴിക്കില്ല. ലൈക്ക് മിൽക്ക്, ഡയറി പ്രോഡക്ട്സ് ഇല്ലേ, മിൽക്ക്, ഗീ, അങ്ങനെ അനിമൽസിന്റെ ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്ട്സ് ഒന്നും കഴിക്കില്ല. കഴിക്കില്ല എന്ന് മാത്രമല്ല, അവർ യൂസ് ചെയ്യുന്ന ആക്സസറീസിലും അതുണ്ടാവില്ല. ഈ അനിമൽ സ്കിൻ, ലെതർ ഒക്കെ ഉണ്ടല്ലോ, ഈ പാമ്പിന്റെ തോൽ, അങ്ങനെ വെച്ചിട്ട് ലെതർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ബാഗ്, ചെരുപ്പ്, അതുപോലും അവർ ഉപയോഗിക്കില്ല. അതാണ് വീഗൻസ് എന്ന് പറയുന്നത്. അപ്പോ അവരെ സംബന്ധിച്ച് അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും, വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും. അപ്പൊ വീഗൻ ആണെങ്കിൽ ഡോക്ടർ സപ്ലിമെന്റ് കൊടുക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു മൂവിയല്ല, ഒരു സീരീസ് പോലെ കണ്ടതാണേ, ലിങ്കോ മറ്റോ ആണ്, അത് മലയാളത്തിൽ കണ്ടതാണ്. ആംഗ്രി ടെയിൽസ്, അങ്ങനെ എന്തോ പേര്. അതിനകത്ത് ഒരു ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ചെല്ലുവാണ്. ഒരു ഫ്ലാറ്റ് ആണ്, ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ അത്. ആ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ തന്നെ അവരുടെ ഒരു കമ്മ്യൂണിറ്റിന്ന് ആ വെജിറ്റേറിയൻ കമ്മ്യൂണിറ്റികളാണ്. പക്ഷെ ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ നോൺ വെജ് കഴിക്കും, എഗ്ഗും ചിക്കനും ഒക്കെ നന്നായി കഴിക്കുന്ന കുട്ടിയാ. അപ്പൊ അവിടെ ചെന്നപ്പോ പ്യുവർ വെജിറ്റേറിയൻ ആയി, എഗ്ഗൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവളുടെ ബോഡിക്ക് അത് പറ്റുന്നില്ല, ലൈക്ക് ബോഡി ഭയങ്കര വീക്ക് ആവാൻ തുടങ്ങുന്നു. അപ്പൊ ഡോക്ടർ പറയാണ് എഗ്ഗ് ദിവസവും കഴിക്കണം എന്ന് പറയാം. പക്ഷെ എഗ്ഗ് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പുറത്ത് പോയി കഴിക്കാനായിട്ട് നോക്കുമ്പോൾ ഹസ്ബൻഡ് എങ്ങാനും കാണുമോ, അങ്ങനെയുള്ള പേടികളും. അങ്ങനെയൊക്കെയായി കുട്ടി വലിയൊരു പാത്രം നിറയെ ഈ മുട്ട വാങ്ങുന്ന ഒരു സൈസ് ഇതുണ്ടല്ലോ, അങ്ങനെ ഹോൾസ്, ഇത് ഇങ്ങനെ എന്താ പറയാ, അതിനോരോ സ്പേസ് ഒക്കെ ഉള്ളത്. അങ്ങനെ ഒരു 10-20 മുട്ടയും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചു വെക്കും. അവിടെ ഇവിടെ ഇട്ടൊക്കെ ഒളിച്ചു വെച്ചിട്ട് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പം ഈ മുട്ടത്തോടും ഈ സ്മെല്ലും ഒക്കെ പുറത്തേക്ക് വന്ന് അവിടെ മീറ്റിംഗ് നടത്തി ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന് ഡൗട്ട് അടിക്കുന്നു, ഇവളാണെന്നുള്ള രീതിയിൽ ഡൗട്ട് ആവുന്നു. അപ്പം ഹസ്ബൻഡ് എന്താണ്ട് പച്ചമരുന്നൊക്കെ കൂടെ അരച്ചൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കഴിച്ചാൽ മതി പറയാം. അപ്പൊ അതിന്റെ സ്മെല്ല് തന്നെ ഇവൾക്ക് പിടിക്കില്ല. അങ്ങനെ ഇവള് ഏതോ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഫുള്ള് നോൺ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും. അവിടെ ഉള്ളത് മുഴുവൻ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന സീനും ലാസ്റ്റ് ഹസ്ബൻഡ് വരുന്നു. പിന്നെ അവര് തമ്മിൽ അങ്ങനെ സെപ്പറേറ്റ് ആവും എന്തോ അങ്ങനെ. അപ്പൊ അവൾക്ക് ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ഫ്രീഡം ആ ഒരു വീട്ടിലില്ല. ആ ഒരു ഇത് ഫോഴ്സ്ഫുള്ളി വെജിറ്റേറിയൻ ആകേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഒക്കെയാണ് എന്നത് കാണിക്കുന്നത്. അപ്പൊ ഇത് ചില സമയത്ത് നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പൊ നമ്മൾ ഓർക്കും, അപ്പൊ അങ്ങനെയാകുമ്പോൾ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യണം? സോ വെജിറ്റേറിയൻസിന് അതിനനുസരിച്ച് ഇപ്പൊ പ്രോട്ടീൻ അവർ കൂടുതൽ കഴിക്കണം. നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് എഗ്ഗ് കഴിക്കാം, ചിക്കൻ കഴിക്കാം ഫോർ പ്രോട്ടീൻസ്. പിന്നെ വെജിറ്റേറിയൻസ് അപ്പോൾ കൂടുതൽ പൾസസ്, പയർ, ലെഗ്യൂംസ് അങ്ങനെയുള്ള അത് കൂടുതൽ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡയറി പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം. വീഗൻസ് എന്ന് പറയുമ്പോൾ ഡയറി പ്രോഡക്ട്സ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അവർ ഫുള്ളി വെജിറ്റേറിയനുമാണ്, ഡയറി പ്രോഡക്ട്സും പറ്റില്ല, അനിമലിൽ നിന്ന് വരുന്ന ഒറ്റ പ്രോഡക്ട്സും അവർക്ക് കഴിക്കാൻ പറ്റില്ല. സോ അവർക്ക് ഡോക്ടേഴ്സ് കമ്പൽസറി ആയിട്ട് സപ്ലിമെന്റ്സ് എടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്.
ബട്ട് ഇവിടെ ഹെൽത്ത് എന്ന് പറയുന്നത് അങ്ങനെ 1 or 2 പിൽസ് ദിവസമൊക്കെ ഹെൽത്തി ആയിരിക്കാൻ ഈ 2 ടാബ്ലറ്റ് നിങ്ങൾ ദിവസം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഡൺ. അങ്ങനെ നമുക്ക് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കിട്ടുന്ന നോളജ് നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകണം. നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. ഫുഡ് വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്നതല്ല, നല്ല ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ക്ലെൻലിനെസ്, നമ്മളുടെ വൃത്തി, ഹൈജീൻ അത് നോക്കണം. പിന്നെ എക്സസൈസ്, നമ്മളുടെ ഏജിന് നമ്മുടെ ഹെൽത്തിനനുസരിച്ചുള്ള എക്സസൈസ്. പെട്ടെന്ന് വണ്ണം കുറയണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടിപ്പോയി നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ നമ്മളൊരു ജിമ്മില് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ട്രെയിനർ നമ്മളുടെ വെയിറ്റ്, നമ്മളുടെ ഏജ്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, എന്തെങ്കിലും ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ, എന്തെങ്കിലും ഡിസീസ് എല്ലാം നോക്കി, നമ്മുടെ പ്രഷറും ഒക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ നമുക്ക് ഓരോ എക്സസൈസ് തുടക്കത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെയാണ് അവർ ആ ടൈം കൂട്ടുന്നതും ഓരോ ആക്ടിവിറ്റീസ് തരുന്നതും. പിന്നെ അസുഖങ്ങൾ വരാതിരിക്കുക. ഇപ്പൊ നമുക്കറിയാം ഭയങ്കര ചൂടാണ്, സ്കിന്നിന് ഇറിറ്റേഷൻസ് വരാം അല്ലെ, പിന്നെ ഡീഹൈഡ്രേഷൻ വരാം. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, അതിന് എന്ത് പ്രിക്കോഷൻസ് എടുക്കാം, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ മഴക്കാലം വരുമ്പോൾ അസുഖങ്ങളുടെ ഒരു കാലം എന്ന് തന്നെ പറയാം. പനി, പലതരത്തിലുള്ള പനി, കുട്ടികൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും, കോൾഡും ചുമയും അങ്ങനെ പല സ്നീസിങ്ങും ഒക്കെ ആയിട്ട്. അപ്പൊ ഓരോ ഡിസീസ് വരുമ്പോൾ അതിന് എങ്ങനെ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുക്കണം, അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ആർ എസെൻഷ്യൽ ഫോർ ദ അവോയ്ഡൻസ് ഓഫ് സൗണ്ട്. ഇതിന്റെ തീവ്രത കൂടുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ സ്കൂളിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം പറയുന്നത് അല്ലെ. സോ അതിൽ കുറച്ച് സ്കൂളിൽ ഈ ഒരു ഏരിയയില് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു 3 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ട്. ആരാ അത് വായിക്കാൻ റെഡി ആയിട്ടിരിക്കും? Yes, please. Teaching principles of health and hygiene is important at school days. Make the foundation of habits. The school authorizes should graduate that the school building get fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purpose. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. Okay. സ്കൂൾ ഡേയ്സിൽ കാരണം ഇവരുടെ ഹാബിറ്റ്സ് ശരിക്കും അത് അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് അത് അവരെ ട്രെയിൻ ചെയ്യിക്കും. അവരെല്ലാം ഫോഴ്സ്ഫുള്ളി അവരിലങ്ങ് ഇതാക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചൊരു റൈംസ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് അത് അവരുടെ ഉള്ളിലേക്ക് എടുക്കും. നമുക്ക് അവരുടെ മുമ്പിൽ ലെക്ചർ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും കുഞ്ഞു കുട്ടികൾക്ക്. സോ അവർക്ക് പിക്ചറിലൂടെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിഷ്വലൈസേഷൻ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. പിക്ചറിലൂടെ കാണിക്കാം, പിന്നെ ആക്ഷൻസിലൂടെ കാണിക്കാം, സ്റ്റോറി നറേറ്റ് ചെയ്ത് കാണിക്കാം. സ്റ്റോറിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ജെംസ് ഒന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ അതിനെയൊക്കെ നമുക്കൊരു ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹാർഡ് ബോർഡിലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്യൂ, ആ രീതിയിലൊക്കെ നറേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ജെംസിനെ ഓടിക്കാനായിട്ട് നമ്മൾ നല്ലപോലെ കൈയൊക്കെ വാഷ് ചെയ്യുന്നു. സോ ആ ജെംസ് അങ്ങനെ വാഷ് ഔട്ടായി പോകുന്നു, ഓടിപ്പോകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാം. സോ അതൊക്കെ ഒന്ന് ആലോചിച്ച് അതൊക്കെ ഓരോ ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പറയുന്നത് മാത്രം ആക്ടിവിറ്റി ആയിട്ട് ചെയ്യണമെന്നില്ല, ഇതെല്ലാം ചെയ്യാം. സ്റ്റോറി നറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. കുട്ടികളെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കാം, അതിനകത്ത് ഒരു റോൾ പ്ലേ പോലെ ചെയ്യിക്കാം. പിന്നെ സ്കൂൾ അതോറിറ്റീസ് എപ്പോഴും ഗ്യാരണ്ടി ചെയ്യണം വെച്ചാൽ സ്കൂൾ ബിൽഡിങ്സിലെ ഫ്രഷ് എയറും അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ലൈറ്റും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം സ്കൂൾ ബിൽഡിംഗ്. അത് സ്കൂൾ അതോറിറ്റീസ് ശ്രദ്ധിക്കണം.
പിന്നെ പ്രോപ്പർ വാട്ടർ സപ്ലൈ, കുട്ടികൾക്ക് കുടിക്കാനും അവരുടെ ക്ലീനിങ് പർപ്പസിനും, ടോയ്ലറ്റിൽ പോകുമ്പോൾ വാഷ്റൂമിൽ പോകുമ്പോൾ എല്ലാം അവർക്ക് ക്ലീനിങ് പർപ്പസിനും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നല്ലതുപോലെ കൈ വാഷ് ചെയ്യാനുള്ള അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ സ്കൂൾ കരിക്കുലം മീൻസ് അക്കാദമിക് റിലേറ്റഡ് ആണ്. അതില് പക്ഷെ അതിന്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റഡി അവേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ അപ്രോപ്രിയേറ്റ് എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ, അങ്ങനെ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലാതെ ഉണ്ട്. ഇൻഡോർ ഗെയിംസിനുള്ള സ്പേസും ഉണ്ടാവും ചിലപ്പോൾ സ്കൂളുകളിൽ. ക്യാരംസ്, ചെസ്, മ്യൂസിക്, ഡാൻസ്, യോഗ, അങ്ങനെയൊക്കെ പല പല രീതിയിലുള്ള ആക്ടിവിറ്റീസും സ്കൂളുകളിൽ കാണും. കരാട്ടെ പഠിപ്പിക്കുന്നുണ്ടാവും, സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടാവും, അങ്ങനെ പല രീതിയിലുണ്ടാകും. അപ്പൊ അങ്ങനെ അത് കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുമ്പോഴാണ്, കാരണം ഇവര് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണല്ലോ, അപ്പോഴാണ് ഇവരുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആവുള്ളൂ. ഒന്നും ചെയ്യാതെ ഒതുങ്ങിയിരിക്കുവാണെങ്കിൽ ഇവിടെ മസിൽസ്, കാരണം മസിൽസ് നല്ല സ്ട്രെച്ച് ആകുമ്പോഴാണ് നല്ലതായിട്ട് സ്ട്രോങ് ആവുള്ളൂ. ഈ മസിൽ പവർ എന്നൊക്കെ പറയുന്നത് അത് സ്ട്രോങ്. അവർക്ക് ഓടാനും നടക്കാനും വീഴാൻ പോകുമ്പോൾ ബോഡി ബാലൻസ് എല്ലാം കിട്ടുന്നത് അവരുടെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെയാണ്. അപ്പൊ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടികൾക്ക്. എന്തിനാണ്? അവരുടെ ഗ്രോത്തിന്, ഡെവലപ്മെന്റ്. വാട്ട് ഈസ് മെന്റ് ബൈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? എന്താ ഗ്രോത്ത്, എന്താ ഡെവലപ്മെന്റ്? രണ്ടും ഒന്നാണോ? രണ്ടാണോ? നമ്മളുടെ ശരീരവും വളരുന്നുണ്ട്, കുട്ടികളുടെ ശരീരവും വളരുന്നുണ്ട്, ബുദ്ധിയും മെച്യൂരിറ്റി ഏജ് ആവുമ്പോഴേക്കും ശരീരത്തിന്റെ വളർച്ച നിൽക്കും. ലൈക്ക് ഹൈറ്റ് അതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആവും അല്ലെ. പിന്നെ ബോഡിയുടെ വെയിറ്റ് ഡിപ്പെൻസ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ചും ഹോർമോൺ ചേഞ്ചസും. ബോഡി വെയിറ്റിന് ശ്രദ്ധിക്കേണ്ട, ബാക്കി ആ ഒരു ഗ്രോത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമാണ്. ബട്ട് ഡെവലപ്മെന്റ് അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇപ്പൊ നമ്മള് പഠിക്കുന്നു, 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ഒരു സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്തെടുത്തു, അത് റിലേറ്റഡ് PG ചെയ്തു, റിലേറ്റഡ് റിസർച്ച് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചു. ഇനി വേണ്ട, +2 കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്നില്ല, നിർത്തി. ബട്ട് അതിന്റെ അർത്ഥം ഞാൻ ഒരു അറിവും സമ്പാദിക്കുന്നില്ലെന്നല്ല, അല്ലല്ലോ. നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും വായനയിലൂടെയും അങ്ങനെയൊക്കെ നോളജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കളക്ട് ചെയ്യുന്ന പല ഇൻഫർമേഷൻസും അത് അനലൈസ് ചെയ്ത് നമ്മൾ അറിവായി സൂക്ഷിക്കുന്നു, നോളജ് ആയിട്ട് സൂക്ഷിക്കുന്നു അല്ലെ. നമ്മളിപ്പോ +2 കഴിഞ്ഞ് ഹൗസ് വൈഫ് ആയിട്ട് മാറുന്ന വ്യക്തിയാണെങ്കിലും വീട്ടിൽ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പലതും പല അറിവിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. കുക്കിംഗ് ആണെങ്കിലും, വീടിന്റെ ക്ലീനിങ് ആണെങ്കിലും, കുട്ടികളെ നോക്കുന്നതാണെങ്കിലും നമ്മളുടെ നോളജ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോ സോ ദാറ്റ് മീൻസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മളുടെ ജീവിതാവസാനം വരെ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ കൂടുതൽ കൂടുതൽ അറിവ് നേടുക, നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ലൈഫ് ലോങ് പ്രോസസ് ആണ്. പിന്നെ പല ആളുകളിലും ഡെവലപ്മെന്റിന്റെ റേറ്റ്, അതിന്റെ ആ ഒരു ഡിഗ്രി പല ലെവലിലായിരിക്കും. ചില കുട്ടികൾ നമുക്കറിയാം ഡിഫോമിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, മാനസികമായിട്ട് IQ കുറവുള്ള കുട്ടികൾ ഉണ്ടാവും, പക്ഷെ അവരും ഡെവലപ്പ് ആവുന്നുണ്ട്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ കണ്ണ് കാഴ്ച ഉണ്ടാവില്ലായിരിക്കും, ബട്ട് അവരും അവരുടെ ബുദ്ധി ഡെവലപ്പ് ആകുന്നുണ്ട്. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികള്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികള്, ഹിയറിംഗ് ഡിസബിലിറ്റീസ്, കേൾവിക്ക് പ്രശ്നം, വിഷൻ ഡിസബിലിറ്റീസ്, അങ്ങനെ കാഴ്ചക്ക് പ്രശ്നം, അതെല്ലാം ഓരോ ഡിഫോമിറ്റീസ് ആണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോഴേക്കും അവരും ഡെവലപ്പ് ആകും. അവരുടെ ഡിഫോമിറ്റീസിന്റെ ഒരു പെർസെൻറ്റേജ് ഡിഗ്രി നോക്കിയിട്ട് അവരെ സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുത്ത് അവരെ ശരിയാക്കും. അവരും ഡെവലപ്പ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് നിങ്ങൾക്ക് അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്, എന്നാലും വേർഡ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. സോ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും മെച്യൂരിറ്റി ആകുമ്പോഴേക്കും, ബട്ട് ഡെവലപ്മെന്റ് ഇസ് ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഓക്കെ,
Next, aims and values of health education. We have many points. So, first 2 points ആരാ വായിക്കാം? ഞാൻ വായിക്കാം മാഡം. Yes, please. Aims and values of health education. The following are the main aims and objects of health education in school. 1. To provide information about health and hygiene. It aims at introducing the pupils and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measure for warding of disease. It is to be noticed of the pupils how bad habits, unhygiene ways of living, addiction to smoking and liquor and such. Unhealthy practice results in wrong consequence, betterment of human relationship, particularly from the standpoint of health. Second, to maintain norms of good food health. It helps. അത് ക്ലിയർ ആവുന്നില്ല മാഡം. The school authorities to keep certain principles of health in school. A number of programs of good health growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. Okay. So, aims and values of health education. Main aims, objectives നോക്കി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് to provide information about health and hygiene. അല്ലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ to provide information about health and hygiene. എന്റെ മെയിൻ എയിം എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക about health and hygiene. അതായത് ഇവിടെ നമ്മൾ സ്കൂളിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ അല്ലെ. അപ്പോ pupil, another word for students, and the teachers, the functioning of the body, the rules of health and hygiene, and the preventive. എന്തൊക്കെയാണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പിന്നെ അസുഖങ്ങൾ വരുമ്പോൾ വാർഡിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റിങ് ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം മെഷേഴ്സ്, പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം, അതെല്ലാം. പിന്നെ കുട്ടികളിൽ എന്തെങ്കിലും ടീച്ചർ ശ്രദ്ധിക്കണം. നെയിൽസ് ഉണ്ടോ, നെയിൽസിന് ഇടയ്ക്ക് ചെളി കയറിയിരിക്കണ്ടോ, ഡ്രസ്സ് നീറ്റ് ആണോ, കുളിച്ച് നീറ്റ് ആയിട്ടാണോ വരുന്നത്, ഹൈജീൻ, അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഡ്രസ്സും അതുപോലെ ഷൂസ്, സോക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ, പിന്നെ അവരുടെ വേ ഓഫ് ലീവിങ് അൺഹൈജീനിക് വേ ഓഫ് ലീവിങ് ആണോ. ചെറിയ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ സ്മോക്കിംഗ് ഇതൊന്നുമല്ല, വലിയ കുട്ടികളിൽ സ്മോക്കിംഗ്, അങ്ങനെ ലിക്കർ, അങ്ങനെയുള്ള ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം നോക്കണം. അങ്ങനെ അൺഹെൽത്തി പ്രാക്ടീസസ്, ഇതെല്ലാം ഒരു റോങ് റിസൾട്ട് അല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റിന് നമുക്ക് ഹെൽത്ത് ഹാബിറ്റ്സിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് പറയുന്നത്. നല്ല ഗുഡ് വേ ഓഫ് ലൈഫ് ആണെങ്കിൽ ആ ഒരു വീട്ടില് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അത് ശാരീരികമായിട്ടും മാനസികവുമായിട്ടും ഹെൽത്തി ആണെങ്കിൽ അവിടെ ഒരു ഗുഡ് വേ ഓഫ് ലൈഫ് ആയിരിക്കും. അത് എപ്പോഴും ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്, അല്ലെ, നല്ല ഫുഡ് ഹാബിറ്റ്സ് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല ഹൈജീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഫുഡ്. ഹെൽപ്സ് ആണ് അവിടെ HELPS ആണ് സ്പെല്ലിംഗ് തെറ്റിയ കൊടുത്തേക്കുന്നത്. സ്കൂൾ അതോറിറ്റീസിന് ഹെൽത്തിനെ കുറിച്ചൊരു സർട്ടൻ പ്രിൻസിപ്പിൾ അവരവിടെ എന്തെങ്കിലും കുട്ടികളോട് ഇങ്ങനെ പറയും, എങ്ങനെയുള്ള ഫുഡ് കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് പിന്നെ അതുമല്ല പല ഹെൽത്ത് പ്രോഗ്രാംസ് ലോക്കൽ അതോറിറ്റീസുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്പൈൻ ചെയ്ത് കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പലപ്പോഴും പല പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ ഇടയ്ക്ക് മെഡിക്കൽ ക്യാമ്പ് പോലെ ഐ ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. പിന്നെ ടീത്തിന്റെ ഒക്കെ കുട്ടികളിലൊക്കെ സാധാരണയായിട്ട് വരുന്നതാണ് ഈ ടീത്തിലേക്ക് ഇഷ്യൂസ്. അങ്ങനെ നല്ല ഹൈജീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ക്ലെൻലിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം.
സഫീഷ്യന്റ് ആയിട്ടുള്ള നല്ലൊരു ഹാബിറ്റ്സ് കുട്ടികളിൽ ആ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് തന്നെ ഫോളോ ചെയ്ത് പോകും. അപ്പൊ അതിന് വേണ്ടുന്ന നല്ല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെ ചെറുതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോറി നറേഷൻ, ആക്ഷൻ സോങ്, ഹെൽത്തി ഹാബിറ്റ്സ്, അങ്ങനെ രീതിയിൽ റൈംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആക്ഷൻ സോങ് പോലെ കാണിക്കാം. സ്റ്റോറിയിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയ സ്റ്റോറിയൊക്കെ ചെയ്യുമ്പോൾ ഫേസ് മാസ്കുകളോ അല്ലെങ്കിൽ ചില ബാച്ചിലെ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ ഹാർഡ് ബോർഡിൽ ആ ഒരു ജെംസ് ഏതെങ്കിലും അണുക്കള് വൈറസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വൈറസിനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വരച്ച് അങ്ങനെ വൈറസ് വരുമ്പോഴേക്കും ആ കുട്ടി നല്ലപോലെ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല ഹൈജീൻ ആയിട്ടുള്ള കുട്ടിയാകുമ്പോഴേക്കും അതിനെ അറ്റാക്ക് ചെയ്യാൻ വൈറസിന് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആലോചിക്കുക. അതൊക്കെ ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ വെച്ചോ. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഹറിബറി ആവരുത്. അയ്യോ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, ഞാൻ ആ സ്കൂളിൽ പോയി എന്ത് ചെയ്യും, അങ്ങനെ രീതിയിലാവരുത്. കുട്ടികൾക്ക് നല്ല ഫെമിലറൈസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ സോങ്സ് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഗുഡ് മാനേഴ്സിന്റെ ആക്ഷൻ സോങ് ഉണ്ടെങ്കിൽ അങ്ങനെ, സ്റ്റോറി നറേഷൻ അതും വെറുതെ പറയുന്നതല്ലാതെ ത്രൂ ആക്ഷൻസ് അവരെ കൊണ്ട് തന്നെ റോൾ പ്ലേ പോലെ ചെയ്യിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യിക്കും. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. എന്താണ് ഈ നമ്മൾ അസൈൻമെന്റ് ചെയ്യുമ്പോഴേ ഗ്ലിറ്റർ പെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും. യുവർ അസൈൻമെന്റ് യു ക്യാൻ ഇംപ്രൂവൈസ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ഞാൻ ഫുള്ള് ഗ്ലിറ്റർ പെന്ന് കളറ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറ്റുമോ ഇല്ലേന്ന് അറിയാൻ. ഇത് ഇമേജ് എടുക്കുമ്പോ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വായിക്കാൻ പറ്റണം. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഔട്ട് ഉണ്ട്, പറയട്ടെ. ഒരു സജഷൻ പറഞ്ഞോട്ടെ, എന്നിട്ട് സൈൻ ഔട്ട് ചെയ്ത്. മാം, ഒരു 2 ക്ലാസ് അടുപ്പിച്ച് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കിട്ടി നമ്മുടെ മനസ്സിൽ നിൽക്കും, ഇതിങ്ങനെ വിട്ടു വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് ആയിരിക്കും. 2 ക്ലാസ് മീൻസ് ഇന്നും നാളെയായിട്ട് അങ്ങനെ കിട്ടുക. മാമിന്റെ ക്ലാസ് തുടർച്ചയായിട്ട് 2 ദിവസം കിട്ടുമ്പോൾ ആ ടോപ്പിക്കിന് ഒരു കണക്ഷൻ കിട്ടും. ഇതിന് വിട്ടു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നു. എന്നെ പോലുള്ള സ്റ്റേജ് ആയവർക്കാട്ടോ പ്രശ്നം, ചെറിയ പിള്ളേർക്ക് അത് അത്ര പ്രശ്നം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു 2 ക്ലാസ് അടുപ്പിച്ച് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ അതങ്ങനെ കുറച്ചെങ്കിലും ഒരു തറവായിട്ട് വരും. ഇതിപ്പോ വിട്ടു പോകും, ഒരാഴ്ച ഒരു ഗ്യാപ്പ് വരുമ്പോ പിന്നെ അത് നമുക്ക് മനസ്സിൽ നിന്ന് പിന്നെ എന്താ പറഞ്ഞെന്ന് പോലും വിട്ടു പോകും. അല്ല, നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിനെയും അങ്ങനെ ക്ലാസ് ഉണ്ടോ? എന്റെ വന്നേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അല്ല, എല്ലാവരും ഓരോ ദിവസം ഓരോ ഇതേ ഉള്ളൂ, ആഴ്ചയിൽ ഓരോന്നേ ഉള്ളൂ. സജഷൻ പറയാം. സജഷൻ ആണ്. ഇപ്പൊ മാമിന്റെ അതുപോലെ എല്ലാ ടീച്ചേഴ്സിന്റെ ഈ ഒരു 2 ദിവസം അടുപ്പിച്ച് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നാണ്. നമുക്ക് ആകെ 5 ഡേയ്സേ ഉള്ളൂ. ഓരോരുത്തരുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ബാച്ച് അല്ലല്ലോ ഉള്ളത്, പല ബാച്ചുകൾ ഉള്ളത് കാരണം. ഐ തിങ്ക് റെക്കോർഡ് ക്ലാസ് വിൽ ഹെൽപ്പ് യു. കാരണം ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിയില്ല, അതുകൊണ്ടാണ്. ശരി. 4 ടീച്ചേഴ്സ്. എത്ര പേരാണുള്ളത് നിങ്ങൾക്ക്? 5 പേരുണ്ട്, സാറുണ്ട്. ഓക്കെ, അത് ശരിയാവും. ഓക്കെ, സോ സൈൻ ഔട്ട് അല്ലേ? Okay. It's me, Noora. Ma'am, as we come to the end of today's class session, I would like to thank you for your guidance and support throughout the class. I would like to summarize what we learned today. We discussed importance of health education, and also we discussed without help of school, health program cannot be improved. Health knowledge generates through school, and parents also get education from children. Health cannot be achieved simply by taking 1 or 2 pills every day, or not by applying the knowledge in everyday life. We have to follow the care of body regarding food, cleanliness, exercise, protection against disease, and also teaching principle of health and hygiene is important, as school days made the foundation of health. Thank you, teacher, once again. താങ്ക് യു സോ മച്ച്. ബ്രീഫിംഗ് ഒരു ബാച്ചിലും ഇല്ലാത്ത എങ്ങനെ പരിപാടി, അതെന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയി. ഈവൻ ലേറ്റ് ആയിട്ട് കയറിയവർക്കാണെങ്കിലും റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ലാസ്റ്റ് ഒരു ബ്രീഫിംഗ് ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. ദാറ്റ് വാസ് വെരി വണ്ടർഫുൾ, വെരി വെൽ ഡൺ. താങ്ക് യു.
Thank you, ma'am. 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 Bye.